എടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ട് ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്താണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. 3 സെൻറ്റ് ലാൻഡിൽ 1700ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന 3BHK ആണ്. മാത്രമല്ല ഇതിൽ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാം, എടപ്പള്ളി ഭാഗത്തേക്കും പോകാം. ഇത് കൂടാതെ പുക്കാട്ടുപടി, ആലുവ, തൃപ്പൂണിത്തുറ ഭാഗത്തേക്കും പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വീതിയുള്ള ഇന്ത്യൻ റോഡാണ് ഇതിന് വന്നുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു എലവേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇതിന് കോമ്പൗണ്ട് വാളിൽ CNC കട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പം വെസ്റ്റിലേക്കാണ് വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത്. നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് കിട്ടിയിട്ടുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്. ഇത് കൂടാതെ ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് നമുക്ക് പോർച്ച് കിട്ടിയിട്ടുള്ളത്. സൗത്ത് വെസ്റ്റ് ഭാഗത്തും വലിയൊരു വാഹനം ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, നടക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. നേരെ അകത്തേക്ക് വരികയാണ്. പ്രധാന ഡോറ് ഫേസ് ചെയ്യുന്നത് വെസ്റ്റിലേക്കാണ്. സിംഗിൾ ഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമ്മൾ അകത്തേക്ക് വരികയാണ് ലിവിങ് സ്പേസിലേക്ക്. അപ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. വലിയൊരു കോർണർ സോഫ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ TV സ്പേസിലുണ്ട്. ഫൈബർ ലാമിനേഷൻ വർക്ക് വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡുമാണ്. നേരെ നമ്മൾ ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. ഈ ഡൈനിങ് ഏരിയയിലേക്ക് കയറുന്ന എൻട്രൻസിൽ ഭംഗിയുള്ളൊരു കവറിങ് വന്നിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാവുന്നതാണ്. നേരെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് വന്നു. സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. അതും ഡബിൾ ഹൈറ്റ് ആണ്. മേലെ ഭംഗിയായിട്ട് ഫാം സീലിംഗ് വർക്കും ഒരു വുഡിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് ഹാങ് ചെയ്യാവുന്നതാണ്. വലിയൊരു ഷാൻഡിയർ ലൈറ്റൊക്കെ നമുക്ക് ഹാങ് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. സ്റ്റെയറിൻ്റെ ഡിസൈനും ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് സ്റ്റെയറും കൊടുത്തുള്ളത്. അതിൽ വുഡിൻ്റെ ഒരു ടൈൽ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ് കൗണ്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്. സിറയുടെ ഫിറ്റിങ്സ് ആണ് കൊടുത്തുള്ളത്. വലിയൊരു മിറർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വാഷ് കൗണ്ടറും കിട്ടിയിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. അവിടെ 3 പാളി ജനലാണ് വന്നുള്ളത്. ഇവിടെയായിട്ടും വലിയൊരു പവർ പോയിന്റ് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൈനിങ് സ്പേസ് നല്ല വലിപ്പമുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതുമാണ്. ഇനി കിച്ചൺ വന്നിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ്. ഇവിടെയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അപ്പം ഇൻഡോർ പ്ലാന്റ്സ് ധാരാളം നമുക്ക് അകത്ത് വയ്ക്കാവുന്നതാണ്. നേരെ കിച്ചണിലേക്ക് വരികയാണ്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോമും ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ 2 കളർ ടോണിലാണ് ഇത് വരുന്നത്. പ്രൊഫൈൽ ഹാൻഡിൽ വരുന്നുണ്ട്. വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. 4 പവർ സോക്കറ്റും കിട്ടുന്നുണ്ട്. L ഷേപ്പിലാണ് ഇത് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. ഇതിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് ഇവിടെയായിട്ട് പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്യൂരിഫയർ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജ് നമുക്ക് അടുക്കളയും വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പവർ സോക്കറ്റ് ഇവിടെയും വരുന്നുണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തുള്ളത്. അപ്പോൾ ഭംഗിയുള്ളൊരു കിച്ചൺ കണ്ടു. കിച്ചണിൽ നിന്ന് തുറക്കാവുന്ന ഡോറ് വന്നിരിക്കുന്നത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ്. ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിണർ വന്നുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. മാത്രമല്ല കിണറ്റിനകത്ത് വെള്ളത്തിനകത്താണ് നമ്മുടെ മോട്ടർ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ KW വാട്ടർ കണക്ഷനുള്ള പ്രൊവിഷനും കൂടി അവൈലബിൾ ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വെൽ വാട്ടറും ഉണ്ട്, KW വാട്ടർ കണക്ഷനും ഉണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇതാണ് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. 14 അടി നീളവും 11 അടി വീതിയും വരുന്നുണ്ട്. അതിലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. 4 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ടേബിളും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. സിറയുടെ ഒരു വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ, ഡൈവേർട്ടർ വന്നിരിക്കുന്നത് ജാഗ്വറിൻ്റെ ആണ്. റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്രഷ് വാൽവാണ്. അത് ജാഗ്വറിൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫൈബർ ഡോർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിലാണ്. അപ്പം സ്ക്വയർ ട്യൂബിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. മേലെ വുഡാണ് കൊടുത്തുള്ളത്. നേരെ മേലേക്ക് കയറാം. ഒന്ന് കയറി ലാൻഡ് ചെയ്ത് വീണ്ടും കയറുന്ന രീതിയിൽ സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെയായിട്ട് നമുക്ക് സ്ലൈഡിങ് ഗ്ലാസ് വിൻഡോസ് വരുന്നുണ്ട്. സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ട്യൂബ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. നേരെ മേലേക്ക് വരാം. സ്റ്റെപ്പിന് ഒരുപാട് ഹൈറ്റ് വരുന്നില്ല. അപ്പർ ലിവിങ് സ്പേസ് ആണത്. ഇവിടെയായിട്ട് വേണമെങ്കിൽ നമുക്കൊരു സ്റ്റഡി സ്പേസ് ഒക്കെ ഒരുക്കി എടുക്കാവുന്നതാണ്. ഇവിടെയായിട്ട് ഒരു TV സ്പേസ് വരുന്നുണ്ട്.
ഇങ്ങനെ ടി വി സ്പേസ് വരുന്നുണ്ട്. ഇത് കൂടാതെ ഇവിടെ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അപ്പം നമുക്കിവിടെ സോഫ സെറ്റീസ് ഒക്കെ ഇടാവുന്നതാണ്. ഇനി നമുക്കിവിടെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. കവേർഡാണ്, ഗ്രില്ല് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വാട്ടർ പോയിന്റ് വരുന്നുണ്ട്, പവർ പോയിന്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന സ്റ്റെയർ വരുന്നത് കോൺക്രീറ്റിലാണ്, ടൈല് വിരിച്ചിട്ടുണ്ട്. മേലെ സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഷീറ്റ് വർക്കും ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റീല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം അടച്ചുറപ്പുള്ള നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെ ഈ ബെഡ്റൂം വന്നിട്ടുണ്ട്. 14 അടി നീളവും 11 അടി വീതിയും തന്നെയാണ് ഇതിനും വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാസീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. സെയിം കബോർഡ് തന്നെയാണ്, 4 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും വിത്ത് ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസിൻ, മിറർ, ഡൈവർട്ടർ, റെയിൻ ഷവർ, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് വാൽവാണ്. മാറ്റ് ടൈലും ഭിത്തി ഗ്ലോസിയാണ്. നേരെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണ്. വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമും കൂടിയാണ്. ഇത് 12.5 അടി നീളവും 11.5 അടി വീതിയുള്ള ബെഡ്റൂമാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം എന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത തന്നെ ഇതിൻ്റെ വലിപ്പമുള്ള ഗ്ലാസ് വിൻഡോസ് തന്നെയാണ്. മേലെ ഭംഗിയായിട്ട് ഫാർ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ കബോർഡ് വന്നുള്ളത്. അവിടെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. മറ്റൊരു പ്രത്യേകത, ഇതിനൊരു ബാൽക്കണി കൂടിയുണ്ട്. ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാവുന്ന രീതിയിലാണ് ബാൽക്കണി കൊടുത്തുള്ളത്. ഈ ബാൽക്കണിയുടെ മേലെ ഫാർ സീലിംഗിൽ വർക്ക് വരുന്നുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്, സിലിണ്ടറിക്കൽ ലൈറ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫിൻ്റെ ഗ്ലാസ് വേണോ എന്നുള്ളത്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന നല്ലൊരു ഗേറ്റഡ് പ്രോജക്റ്റിനകത്തുള്ള വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 3 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1700 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. മാത്രമല്ല ഒരു യൂട്ടിലിറ്റി സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2 വലിയ വാഹനങ്ങൾ പാർക്കിംഗ് സ്പേസ് കോമ്പൗണ്ടിനകത്ത് തന്നെ വരുന്നുണ്ട്. വീതിയുള്ള റോഡ് വരുന്നുണ്ട്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 75 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. കാക്കനാട് നിന്നും അതുപോലെ എടപ്പള്ളിയിൽ നിന്നും പുക്കാട്ടുപടിയിൽ നിന്നും എല്ലാ സ്ഥലത്തേക്കും ആക്സസ് ഉള്ള നല്ലൊരു വീടിൻ്റെ കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ കോൺടാക്ട് ചെയ്യുക.